യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5-ാം തിരുവചനം. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. ഏക ദൈവത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം തന്നെ, കർത്താവായ ദൈവം തന്നെ നമ്മളോട് അരുളി ചെയ്യുന്ന വചനഭാഗമാണിത്. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാം. ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം വ്യക്തതയോടെ പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു കർത്താവ് ഇല്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ അര ഞാൻ തന്നെയായിരിക്കും മുറുക്കുന്നത്. നിനക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി തരുന്നത് ഞാനല്ലാതെ വേറെ ആരും ആയിരിക്കില്ല. ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ പരം ഏത് രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? ഏതു കാര്യത്തിലും നിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും നിന്നെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇന്നത്തെ ദിവസം, മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം സ്നേഹനിധിയായ പിതാവായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം. ആ കർത്താവ് നേരിട്ട് ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ആ മക്കളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ, ഈ ലോകത്ത് ശാന്തിയും സമാധാനവും പരക്കുവാൻ, അങ്ങനെ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുന്നോടിയായി സുവിശേഷം നിറയുവാൻ, ഏകദൈവത്തിൽ വിശ്വസിക്കുവാൻ ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം, സ്നേഹത്തിൻ്റെ സമാധാനം എല്ലാവർക്കും ഞാൻ ഈ നിമിഷം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.